ആര്യ വ്ലോഗ്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളിന് ശേഷം ഞാനിന്നൊരു വ്ലോഗുമായിട്ട് വന്നേക്കും കേട്ടോ. എനിക്ക് രണ്ടാമതൊരു മോളുണ്ടായി. അവൾക്ക് കാത് കുത്താൻ പോകുന്ന ദിവസമായിരുന്നു. ശരിക്കും ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കാത് കുത്തുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. നല്ല ഉറക്കമാണ്, അങ്ങോട്ട് പോയ വഴിക്ക് മൊത്തം ഉറക്കമായിരുന്നു. ഇന്ന് സെപ്റ്റംബർ 5, ഒരുപാട് നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. നല്ലൊരു ദിവസം നോക്കി നമുക്ക് കുഞ്ഞിൻ്റെ കാത് കുത്താമെന്ന് കരുതി. അതുമാത്രമല്ലല്ലോ പ്രത്യേകത, ഇന്ന് ടീച്ചേഴ്സ് ഡേയും കൂടെ ആണല്ലോ. അപ്പോൾ കുഞ്ഞിൻ്റെ കാത് കുത്താനുള്ള ജ്വല്ലറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അടൂർ ഭീമയിലാണ് കാത് കുത്തിയത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. I can't forget the day we met. You look so fly in your red Corvette. Your hair, your look, your everything. When I see it all, I knew that you were mine. I'm in love with your hair, your lips, your silhouette in the moonlight shine. With my love, you won't ever be alone. അപ്പോൾ അങ്ങനെ നമ്മൾ ഭീമയിലെത്തി. അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇതുവരെ ഈ ടെൻഷൻ അടിച്ച് ഞാൻ ജ്വല്ലറി പോയിട്ടില്ല. ഈ ഭീമയിൽ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടാണ് പോകാറ്. കാരണം ഗോൾഡ് എടുക്കാനല്ലേ നമ്മൾ ജ്വല്ലറി പോകത്തുള്ളൂ സാധാരണ. ഇത്രയും ഒരു വിഷമിച്ച് ഞാനങ്ങനെ ടെൻഷനോടെ ഞാൻ ജ്വല്ലറിയിൽ ആദ്യം എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ആദ്യത്തേത് മോനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്ന് കാതുകുത്തലൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ആ ടെൻഷൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് കാത് കുത്തിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എങ്കിലും ഞാൻ കുറച്ച് എക്സൈറ്റഡും കൂടെ ആയിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് എല്ലാ പെൺപിള്ളേർക്കും നമ്മൾ കാത് കുത്തി കമ്മലൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പുരുകം വരച്ച് സുന്ദരിയായിട്ട് കൊണ്ട് നടക്കുമല്ലോ. അപ്പോൾ അത് അക്സെപ്റ്റഡ് ആയതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ലായിരുന്നു. എന്നാലും അവളുടെ ഒരു ലൈഫിൻ്റെ പാർട്ടാണല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവളുടെ മുടിയൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞായിരുന്നു. കാരണം അവൾക്ക് പനിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരുപാട് മുടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്ത് കളയുന്നത് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് പോയി മുടിയൊക്കെ രണ്ടാമത് ട്രിം ചെയ്ത മുടി മൊത്തം ഷേവ് ചെയ്തില്ല, ട്രിം ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് അതൊന്ന് ട്രിം ചെയ്ത് വിട്ടു, അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും അവൾക്ക് മുടി ഇല്ലെന്നൊരു തോന്നലില്ലായിരുന്നു. കാരണം അത്യാവശ്യം മുടി കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കാത് കുത്താൻ പോയപ്പം മോക്കൊരു വെള്ളി തളയും കൂടെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് പർച്ചേസൊക്കെ ചെയ്തിട്ട് താഴെ തട്ടാറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഗൺ ഷോട്ടൊന്നും അല്ല ചെയ്ത്, നോർമൽ നാരായം കൊണ്ട് സാധാരണ പഴയ രീതി കുത്തുന്ന രീതിയിൽ തന്നെ കാത് കുത്തി. അങ്ങോട്ട് പോയ വഴിക്ക് സ്റ്റാഫ് അവൾക്ക് ഒരു ബലൂണൊക്കെ കൊടുത്തു. അതൊക്കെ ഇങ്ങനെ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. പുള്ളിക്കാരിക്ക് അറിയത്തില്ലല്ലോ കാത് കുത്താൻ പോവാന്ന്. അപ്പോൾ അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി റൈറ്റിലോട്ട് തിരിയുന്നിടത്ത് ഗോൾഡ് സ്മിത്ത് ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു മാല വിളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ചാൻസ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരനെ പപ്പ ഗോൾഡ് എടുത്ത് കാണിച്ചു. അപ്പം അത് കണ്ടിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ ഇത് വെച്ച് തന്നെ കുത്തിത്തരാമെന്ന്. അതാകുമ്പോൾ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരത്തില്ലല്ലോ. എൻ്റെ മൂക്ക് കുത്തിയ സമയത്തും അതുപോലായിരുന്നു. എനിക്ക് ഗോൾഡ് തന്നെ വെച്ച് ഗൺ ഷോട്ട് ചെയ്ത് തന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ കമ്മൽ ഗൺ ഷോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ആണി ഷാർപ്പും കമ്മൽ ഹോളുള്ള പാർട്ടും. പക്ഷേ എൻ്റെ മൂക്കൂത്തിക്ക് മൂക്കൂത്തിയുടെ ഫ്രണ്ട് വശത്താണ് ഷാർപ്പായിട്ടുള്ള എൻ്റെ ഉള്ളത്. അങ്ങനെ കുത്തേണ്ട സ്പോട്ടൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. 2 കാതിലും നമ്മളോട് കൺഫേം ചെയ്തു അവിടെ തന്നെ കുത്തിയാൽ മതിയെന്ന്. ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ സ്ഥലത്ത് നാരായം കൊണ്ട് കുത്തുക. ആദ്യത്തെ കുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഞാനിങ്ങനെ സമാധാനിപ്പിച്ചു. അവൾ പെട്ടെന്ന് ഓക്കെ ആയി. ആണിയിട്ടപ്പോഴും ചെറുതായിട്ടൊന്ന് കരഞ്ഞു. പക്ഷേ ഒരു ശകലം പോലും ബ്ലഡൊന്നും വന്നില്ല. അത് നമുക്ക് കാത് കറക്റ്റ് സ്പോട്ടിൽ കുത്തിക്കഴിഞ്ഞാൽ ഒരു ശകലം പോലും ബ്ലഡ് വരത്തില്ല. പക്ഷേ സ്പോട്ട് മാറി കുത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് വരും. അങ്ങനെ അവിടെ കാതെല്ലാം സേഫായിട്ട് കുത്തി. കാത് കുത്തുമ്പോൾ നല്ല വേദനയാണ്. ആ സമയത്ത് അവൾ നല്ല ശരിക്കും കരഞ്ഞായിരുന്നു. പക്ഷേ എങ്കിലും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം അവൾ പിന്നെ വലുതായിട്ട് കരഞ്ഞില്ല. ആദ്യം കരഞ്ഞതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിന്. പെട്ടെന്ന് പിന്നെ ഞാൻ അവളെ എടുത്ത് അവളെ ഫീഡ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾ ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി അവിടെ നിന്ന്. അധിക സമയം പിന്നെ നിന്നതുമില്ല. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യം. അങ്ങനെ ഒരു വലിയ ടെൻഷൻ, കുറച്ചൊരു സമാധാനമായി. കാത് കുത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഓക്കെ ആയി. അങ്ങനെ പിന്നെ തളയൊക്കെ കാലിലിട്ട് കൊടുത്ത് ഞങ്ങൾ തിരിച്ച് പോരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല ചൂടായിരുന്നു. എങ്കിലും നമ്മൾ കടയിലൊന്ന് ഇറങ്ങി അമ്മയെ കൊണ്ടുവന്ന് കാണിച്ചു. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇറങ്ങി കേട്ടോ, അവിടെ നിന്ന് അധികം നിന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ വന്ന് അവൾ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അവൾക്ക് കാത് കുത്തിയ സ്ഥലത്ത് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉപ്പിട്ട് ചൂടാക്കിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് തൊട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഫെക്ഷനൊന്നും ആകത്തില്ല. പെട്ടെന്ന് മുറിവ് ഉണങ്ങുകയും ചെയ്യും. അവൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കാത് കുത്തിയെടുത്ത് അധികം വെള്ളമൊന്നും വീഴാതെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.